ആകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് മരുഭൂമി എന്ന ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് അല്പം ചിന്തിക്കാം. ഈ ലോക ജീവിതം നമ്മൾ ഒരു മരുഭൂമിയുമായിട്ട് താരതമ്യപ്പെടുത്തി പലപ്പോഴും നാം പഠിക്കാറുണ്ട്. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ മരുഭൂമിയിൽ കൂടെ അങ്ങനെ കർത്താവ് യഹോവയായ ദൈവം ഇസ്രായേൽ മക്കളെ 40 സംവത്സരം നടത്തി എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ കടന്നു പോകേണ്ട അനുഭവം ഉണ്ടാകുമ്പോൾ അതിലൊന്നും തളർന്നു പോകാതെ ഈ കർത്താവാണ് നടത്തുന്നുള്ള ഉത്തമമായ ബോധ്യത്തോടുകൂടെ ജീവിക്കാൻ നമുക്ക് സാധിക്കും. ഈ സമയത്ത് ഒരു പാട്ടിൻ്റെ അടിയാണ് മനസ്സിൽ വരുന്നത്. മരുഭൂമിയിൽ തളരാതെ ഞാൻ മരുവുന്നു, നിൻ കൃപയാൽ ഒരു നാളും നീ പിരിയാതെ കരുതുന്നു കൺമണി പോൽ. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ മരുഭൂമിയുടെ അനുഭവം കൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ പിരിയാത്ത ഒരു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മളെ തൻ്റെ കൺമണി പോലെ കാത്തുള്ളൂ എന്നാണ്. കൺമണി പോലെ കാക്കുന്ന ഒരു അനുഭവം. വലുവനായൊരു ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ നമുക്ക് ലഭിച്ച ഈ ഭാഗ്യപദവി എത്ര വലുതാണ്. വേദപുസ്തകത്തിൽ മരുഭൂമിയെക്കുറിച്ച് ആദ്യോടൊന്നും കാണാം. ഏറ്റവും ആദ്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉൽപ്പത്തി 16:7 ആഹാർ തൻ്റെ യജമാനത്തി സാറായുടെ അടുക്കൽ നിന്ന് ഓടിപ്പോയപ്പോൾ യഹോവയുടെ ദൂതൻ മരുഭൂമിയിലെ ഒരു നീരുറവിൻ്റെ അരികെ അവളെ കാണുകയും അവളോട് തിരികെ യജമാനത്തിയുടെ അടുക്കൽ പോയി കീഴടങ്ങിയിരിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. 17 വർഷം അവിടെ താമസിച്ചു. മരുഭൂമി വെളിപ്പാട് 12:14 കാണുന്നു. അതും ഒരു കാണുന്നുണ്ട്. അത് മരുഭൂമി മണലാരണ്യമല്ല. അവിടെ ചെറിയ ചെറിയ ചെടികൾ ഉണ്ട്, അവിടെ നീരുറവുകളുണ്ട്, കുറ്റിക്കാടുകളുണ്ട്. കൃഷി ചെയ്യാൻ സാധ്യമല്ല. ആടിനെ വളർത്താം. അവിടെ ദേവദാരുക്കൾ ഇല്ല. ഖദിരമരമുണ്ട്. സമാപന കൂടാരം ഉണ്ടാക്കിയത് ഖദിരമരം കൊണ്ടാണ്. മരുഭൂമിയിൽ മാത്രമാണ് മഞ്ഞ ലഭിക്കുന്നത്. വീട്ടിൽ നിന്നുള്ള ഭക്ഷണം അന്നന്ന് ആവശ്യമായത് ലഭിക്കും, പക്ഷേ കുനിഞ്ഞ് പെറുക്കിയെടുക്കണം. മരുഭൂമിയിൽ കൂടാരമടിക്കാം. വൻമാളിക പണിയാൻ സാധ്യമല്ല. ദൈവിക പരിപാലനമുണ്ട്. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും. അതേ സഹോദരിമാരെ, നമ്മൾ ഈ അനുഭവത്തിൽ കൂടെയല്ലേ കടന്നു പോകുന്നത്, അല്ല കടന്നു പോകേണ്ടത്. പാട്ടുകാരൻ പാടിയതുപോലെ ദൈവകൃപയാലാണ് നാം മരുഭൂമിയിൽ കൂടെ കടന്നു പോകുന്നത്, തളരാതെ പോകുന്നത്. ഒരു നാളും പിരിയാതെ കൺമണി പോലെ കാക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും നമ്മെ വഴി നടത്തും. വീട്ടിൽ നിന്നുള്ള മന്ന തരും. ദൈവവചനമാകുന്ന മന്ന നമ്മുടെ കയ്യിൽ, നമ്മുടെ ഭാഷയിൽ തന്നിരിക്കുകയാണ്. അനേക സത്യങ്ങൾ, വാഗ്ദത്തങ്ങൾ അതിലുണ്ട്. അത് ദിവസവും വായിച്ച് സ്വന്തമാക്കണം. ദൈവിക കാവലും പരിപാലനവും നമുക്ക് അനുഭവിക്കാം. സദൃശവാക്യം 23:17 എല്ലായ്പ്പോഴും ദൈവഭക്തിയോടെ ഇരിക്കുക, ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. നിൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല. സ്തോത്രം. അതെ, നമ്മളെപ്പോഴും ദൈവഭക്തിയോടുകൂടി ഇരിക്കുക. ദൈവം നമ്മെ നടത്തുന്നു. അനേക ഉദാഹരണങ്ങൾ നമുക്ക് വചനത്തിൽ കൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ വരുമ്പോൾ തളർന്നു പോകരുത്. അവങ്കിലേക്ക് നോക്കുക. സങ്കീർത്തനം 34:5 അവങ്കിലേക്ക് നോക്കുക, പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. എബ്രായർ 12:2 വിശ്വാസത്തിനും നായകനും പൂർത്തിവരുത്തനുമായ യേശുവിനെ നോക്കുക. നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക. ദൈവം നമ്മെ ബലപ്പെടുത്തും. നാം എത്ര ഉന്നത പദവിയുള്ളവരാണ്. യോഹന്നാൻ 15 വായിക്കുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. എന്തിനാണ് തിരഞ്ഞെടുത്തത്? പോയി ഫലം കായ്ക്കേണ്ടതിന്. അനേക സത്യങ്ങൾ ഈ ഒരു വാക്യത്തിലുണ്ട്. ഏറ്റവും എന്നെ സന്തോഷിപ്പിച്ചും ബലപ്പെടുത്തുന്ന ഒരു വലിയ സത്യമാണ്, എന്നെ ദൈവം തിരഞ്ഞെടുത്തു. നാം ആരുടെ വകയാണ്? വലിയവനായ കർത്താവിൻ്റെ വകയാണ്. നാം ഭയപ്പെടേണ്ട. അവൻ നമ്മെ നടത്തും. എല്ലായ്പ്പോഴും ദൈവഭക്തിയോടെ ഇരിക്കാം, ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. ഭയപ്പെടേണ്ട എന്ന് 362 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് പണ്ഡിതന്മാർ പറയുന്നു. അവൻ ബലപ്പെടുത്തും. അവനിൽ ആശ്രയിക്കാം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.